അങ്ങനെയാകുമ്പോൾ ഇടതുകോട്ടയായ ചേലക്കരയിലെ LDF ഭൂരിപക്ഷത്തെ മറികടക്കുമോ രാഹുലിന്റെ ഭൂരിപക്ഷം? അതാണ് ഇനി അറിയേണ്ടത്. 11,574 ചേലക്കരയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. 11,574 ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ്. 11,574. അതായത് ഒരു കാര്യം ശ്രദ്ധിച്ചോ, മനസ്സിലായി. പിരായിരി എന്ന് പറയുന്നത് അതിന്റെ രാഷ്ട്രീയ സ്വഭാവം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു റൗണ്ടിൽ പോലും യു ആർ പ്രദീപ് പിന്നി പോയിട്ടില്ല. എല്ലാ പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തിന്റെ തേരോട്ടം. കഴിഞ്ഞ തവണ UDF-നോടൊപ്പം നിന്ന ചേലക്കരയാവട്ടെ, UDF-നോടൊപ്പം നിന്ന മുള്ളൂർക്കരയാവട്ടെ, ആ മണ്ഡലങ്ങളിലെല്ലാം, ആ പഞ്ചായത്തുകളിലെല്ലാം LDF ശക്തമായി തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. 1936 വോട്ടുകൾക്ക് 10 റൗണ്ടുകൾ പിന്നിടുമ്പോൾ UR പ്രദീപ് ലീഡ് ചെയ്യുന്നു. 13,000-14,000 ഭൂരിപക്ഷം. ഇനി ഒരു കാര്യം കൂടി പറയാം. അതായത് നമ്മൾ ഈ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് പാലക്കാട്ടിലേക്ക് വരുമ്പോൾ, മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് നമ്മൾ പിരായിരിയിലേക്ക് കയറുന്നു. പിരായിരിയിലേക്ക് വരുമ്പോൾ നമ്മൾ UDF-ന് ഏറ്റവും ടെൻഷൻ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവിടുത്തെ 10,000-ന് മേളിലുള്ള വോട്ടിന്റെ കുറവാണല്ലോ. ആ കുറവ് UDF-നെ ബാധിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, വലിയ മുന്നേറ്റം പിരായിരി, ആ പിരായിരിയുടെ രാഷ്ട്രീയ സ്വഭാവം എന്താണോ അത് അതേപോലെ തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇനി അങ്ങോട്ടേക്ക് മാത്തൂരും കണ്ണാടിയിലും ഒക്കെ രാഹുലിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ 18,000, 20,000. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ അവസാന ദിവസം സിറാജിലും അതേപോലെ സുപ്രഭാതത്തിലും നൽകിയ പരസ്യം ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വോട്ട് പോലും ചോർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല പരസ്യം സഹായിച്ചു എന്നാണ് നേരത്തെ PK ഫിറോസ് പറഞ്ഞത്. അത് മാത്രമല്ല, വ്യക്തിപരമായ ആക്രമണം എന്ന് പറയുമ്പോൾ സരിൻ എന്ന സ്ഥാനാർത്ഥി മറ്റ് പല സമയത്ത് നല്ല മാന്യമായിട്ടാണ് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ജില്ലാ കമ്മിറ്റി ഓഫീസിന് വളരെ ക്ലിയർ തള്ളി പറയാത്ത വിജയമാണ്. RSSന്റെ വോട്ട് മേടിക്കാമെങ്കിൽ SDP-യുടെ വോട്ട് ഒരുപോലെ വർഗീയ ശക്തികളാണ്, ഒരു സംശയമില്ല. ഒരു ഇത്തിരി സ്ഥലം തരൂ. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വരുന്ന അതിനിടയ്ക്ക് SDP ആവേശം വന്നത് തോറ്റു കഴിയുമ്പോൾ പിന്നെ SDP പറഞ്ഞോണ്ടിരിക്കുക. കുട്ടിക്കുരങ്ങ് എന്നിവരെ വിളിച്ചിരുന്നു. സാർ എന്തായി? അതെ, കുട്ടിക്കുരങ്ങാണ്, കുട്ടി സതീശൻ കുട്ടിക്കുരങ്ങ് എന്ന് വിളിച്ചു. ആണോ? അപ്പോൾ നിലവിൽ 11,936 വോട്ടുകൾക്ക് UR പ്രദീപ് മുന്നിൽ, 10,208 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ. ഇനി എണ്ണാനുള്ളത് പിരായിരിയിലെ കുറച്ച് പഞ്ചായത്ത് ബൂത്തുകൾ, അതേപോലെ